നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് കടക്കുകയാണ്. രാജ്യമെമ്പാടും ഈ ദിനാഘോഷം ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കോട്ടയം ജില്ലാ ആസ്ഥാനത്ത് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ദിനാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ സന്ദർഭത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളുടെ മേൽ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമുക്കൊരു ഭരണഘടന രൂപം കൊള്ളുന്നതിന് വേണ്ടി ഏതാണ്ട് 286 പേരുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലിയാണ് രൂപം കൊണ്ടത്. ആ ഭരണഘടനാ അസംബ്ലി നിരവധിയായ ചർച്ചകൾക്ക് ശേഷം 1950 ജനുവരി 26 നമ്മുടെ രാഷ്ട്രം ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടന വളരെ പരിപാവനമാണ്, അതോടൊപ്പം തന്നെ നമുക്ക് മഹത്തരമാണ്. ആ ഭരണഘടന നെഞ്ചേറ്റിക്കൊണ്ട് ഓരോ ഭാരതീയനും മുന്നോട്ട് പോകുമെന്ന് ഈ ദിനത്തിൽ പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ സൂചിപ്പിക്കുന്ന ആദ്യ വാചകം വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് അടുത്ത സന്ദേശം നൽകുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു പരമാധികാര ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടമായിരിക്കണം. ആ സങ്കല്പം നാം മുന്നോട്ട് വയ്ക്കുകയാണ്. ആ നിലയിൽ മുന്നോട്ട് പോകേണ്ട നമ്മുടെ രാജ്യം വിവിധ തരത്തിലുള്ള ചിന്താഗതികൾ വളർന്ന് ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന ചില സാഹചര്യങ്ങൾ സംജാതമാകുന്നു എന്നത് വേദനയോടുകൂടി നാം നോക്കിക്കാണുകയും അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട സന്ദർഭം വന്നിരിക്കുന്നു. ഇന്ന് ഒറീസയിലെ കാരാപുട്ട് ജില്ലയിലെ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു. ആ സർക്കുലർ മനോജ് സത്യൻ മഹാജൻ എന്ന് പറയുന്ന കളക്ടറാണ് ആ സർക്കുലറിൽ ഏറ്റവും വലിയ രൂപത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന വാചകങ്ങൾ ചേർത്ത് പുറപ്പെടുവിച്ച സർക്കുലറിൽ ഇന്നത്തെ ദിവസം മാംസാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, അത് വിൽക്കാൻ പാടില്ല, അത് പ്രദർശിപ്പിക്കാൻ പാടില്ല, കഴിക്കാനും പാടില്ല എന്ന രൂപത്തിലേക്ക് ഒരു സർക്കുലർ ഇറക്കി അത് എല്ലാ തഹസീൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുകൂടി അദ്ദേഹത്തിൻ്റെ സർക്കുലറിൽ ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഏതൊരു പൗരനും ഈ രാജ്യത്ത് ഏതൊരു തരത്തിലുള്ള ഭക്ഷണം കഴിക്കാനും അതേപോലെ തന്നെ അത് വെജിറ്റേറിയൻ ആവട്ടെ നോൺ വെജിറ്റേറിയൻ ആകട്ടെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കഴിക്കാനും ഏത് വസ്ത്രം ധരിക്കാനും ഏത് ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്താനും എല്ലാമുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് പരിപാവനമായ ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിക്കാൻ ആരാണ് അധികാരം നൽകിയത് എന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട സമയമല്ലേ? ഒരു കാരണവശാലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു. ആ മതനിരപേക്ഷ ഭരണഘടനയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമാണ്. ആ മതനിരപേക്ഷതയ്ക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിലുള്ള സങ്കുചിതമായ ഭാവങ്ങളും വിഭാഗീയ വിധംസക ശിഥിലീകരണ വാസനകളും നമ്മുടെ രാജ്യത്ത് പത്തി ഉയർത്തി മുന്നോട്ട് വരുന്ന രംഗം കാണുകയാണ്. അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, അപലനീയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന പരിപാവനമായി അത് വിഭാവനം ചെയ്യുന്നത് മതനിരപേക്ഷ ഭാരതമാണ്. ആ മതനിരപേക്ഷതയ്ക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള വിപുലവും വിശാലവുമായ അർത്ഥവ്യാപ്തി നൽകിക്കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ച വാചകം, ഒരു വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ അത് ഏത് വിശ്വാസവുമാകട്ടെ അത് അക്ഷരാർത്ഥത്തിൽ പുലർത്തിപ്പോകാനുള്ള അവകാശം ആ വിശ്വാസിക്കുണ്ടാവണം. ഏത് സന്ദർഭത്തിലും ആ ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ടാവണം. അതുപോലെ തന്നെ ഒരു അവിശ്വാസിക്ക് അവൻ്റെ ധാരണകളെ പറയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുമ്പോഴാണ് മതനിരപേക്ഷത അർത്ഥപൂർണമാകുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പരിപാവനമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വീക്ഷണവും അതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാഷ്ട്രം യഥാർത്ഥത്തിൽ നാം ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ
നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയം സാംസ്കാരിക രംഗത്ത് നാം പിടിക്കുകയാണ്. ബഹുസ്വരത നാം ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ രംഗത്ത് ഹൈന്ദവനാവട്ടെ, ഇസ്ലാമിയാകട്ടെ, ക്രൈസ്തവനാകട്ടെ, പാഴ്സിയാവട്ടെ, ജൈനനാകട്ടെ, ബൗദ്ധനാവട്ടെ, അവരെല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ, അവരെല്ലാം ഇന്ത്യൻ പൗരന്മാർ. ആ നിലയിലാണ് ഈ മഹാഭാരതം നമ്മുടെ ഭരണഘടനയെ നെഞ്ചേറ്റിക്കൊണ്ട് റിപ്പബ്ലിക്കായി രൂപാന്തരപ്പെട്ടത്. അതിന് ഭംഗം വരുന്ന രൂപത്തിലേക്ക് വിവിധ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്നത് നമ്മളെ വിഷമിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു. ഉത്തരപൂർവ്വ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന വേട്ടകൾ, അതുപോലെ തന്നെ മുസ്ലിമിനെതിരായി നടക്കുന്ന വേട്ടകൾ ഓരോ ദിവസവും പത്രത്തിൽ വാർത്തയാവുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന സമർപ്പിത ജീവിതവുമായി വരുന്ന കന്യാസ്ത്രീകളെപ്പോലും കയ്യാമം വെച്ച് കൽത്തുറങ്കിലടയ്ക്കപ്പെടുന്ന കാലഘട്ടം നമ്മുടെ രാജ്യം ദർശിക്കുകയാണ്. അതും മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ, മനുഷ്യക്കടത്തുന്ന പേരിൽ എല്ലാ അർത്ഥത്തിലും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ 8-9 ദിവസക്കാലം ജയിലിലടച്ച വാർത്ത നമ്മളെല്ലാം ഈ കാലഘട്ടത്തിൽ കേൾക്കുകയുണ്ടായി. അതേപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ കുർബാനകൾ നടത്തുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസി സമൂഹത്തെ ആട്ടിപ്പായിക്കുന്നു. അതിൽ പോലീസ് അധികാരികൾ പോലും കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് ഒഡീഷയിലെ സംഭവങ്ങൾ മാറിയെന്ന് ഈ ജില്ലയിൽ നിന്ന് തന്നെ 2 വൈദിക ശ്രേഷ്ഠന്മാരെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ അവർ നമ്മളോട് വിശദീകരിച്ച കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനയെ വെല്ലുവിളിക്കപ്പെടുകയില്ലേ? ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും നേർക്കുള്ള കടന്നാക്രമണമല്ലേ? നിശ്ചയമായും അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല.